കേരള പോലീസിനാകെ മാനക്കേടുണ്ടാക്കിയ സംഭവമാണ് അയിരൂർ SHO ആയിരുന്ന ജയസനിൽ ഉൾപ്പെട്ട പീഡനക്കേസ്. പോക്സോ കേസിലെ പ്രതിയെ പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം. ഈ കേസിലാണ് ജയസനിലിനെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അട്ടിമറി ശ്രമം നടത്തിയത്. തിരുവനന്തപുരം റൂറൽ SP അന്വേഷണത്തിലാണ് ഈ അട്ടിമറി ശ്രമം കണ്ടെത്തിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ASP അടക്കം 5 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സർക്കാർ ഉത്തരവിട്ടു. റൂറൽ SP അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതര കുറ്റങ്ങൾ ഇവയാണ്. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ അഡീഷണൽ SP ജയസനിലിന്റേത് ഗുരുതര കുറ്റമല്ലെന്ന് റിപ്പോർട്ട് നൽകി. പോലീസിന് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന കുറ്റമല്ലെന്നായിരുന്നു ASPയുടെ നിലപാട്. ഇത് ജയസനിലിനെ രക്ഷിക്കാനായിരുന്നുവെന്ന് റൂറൽ SP കണ്ടെത്തി. ജയസനിലിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തെളിവ് നശിപ്പിക്കപ്പെട്ടു. റെയ്ഡ് വിവരം ചോർന്നു. റെയ്ഡ് തീരുമാനമെടുക്കുന്ന സമയം ജയസനിലിന്റെ അഭിഭാഷകൻ റൂറൽ SP ഓഫീസിൽ ഉണ്ടായിരുന്നുവെന്നും SPയുടെ റിപ്പോർട്ടിലുണ്ട്. തെളിവ് നശിപ്പിക്കൽ, FIR തിരുത്തൽ, പ്രതിക്കൊപ്പം നിൽക്കൽ എന്നീ കുറ്റങ്ങളാണ് അട്ടിമറി നീക്കം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ടിലുള്ളത്. നേരത്തെ കേസിൽ അയിരൂർ സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥനെ ഒഴിവാക്കി നടപടിയെടുത്തുവെന്ന് കാട്ടി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡിൽ ഈ പോലീസുകാർ പരാതി നൽകി. ഇതുകൂടാതെ അട്ടിമറി സംബന്ധിച്ച് ADGPക്കും പരാതി ലഭിച്ചു. തുടർന്നാണ് അന്വേഷണം നടത്താൻ റൂറൽ SPക്ക് നിർദ്ദേശം നൽകിയത്. റൂറൽ SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വകുപ്പ് തല നടപടിക്ക് ഉത്തരവിട്ടത്. അതേസമയം റൂറൽ SPയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ അടിസ്ഥാനരഹിതമെന്ന് ആരോപിച്ച് ASP അപ്പീൽ നൽകിയിട്ടുണ്ട്. തന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും നേരിട്ട് വിശദീകരണം കേൾക്കാൻ അനുമതി ലഭിക്കണമെന്നുമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ അപ്പീലിൽ പറയുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.